നല്ല ബീഡ്സ് എല്ലാം വെച്ചിട്ട് നല്ലൊരു പാർട്ടി വെയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നിതാ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു സ്റ്റോണിൻ്റെ ഒരു ചെയിനാണ്. പിന്നെ നമുക്ക് ഈ വൈറ്റ് ബീഡ്സ് ആണ് വേണ്ടത്. സ്മോൾ സൈസിലുള്ള ബീഡ്സ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സിന് കോളർ നെക്കാണ്, അതിന് താഴെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല ഷേപ്പിലുള്ള ഡിസൈൻസ് നമുക്ക് ഒരു ക്ലോത്തിലൊന്ന് വരച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിപ്പോൾ ഞാൻ ഈ സർക്കിളാണ് ചെയ്യുന്നത്. ഈ സർക്കിൾ കംപ്ലീറ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ 3-4 ബീഡ്സ് മാത്രം വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഓരോ ബീഡിൻ്റെ ഇടയിലൂടെ നമുക്കിതുപോലെ കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി കൂടുതൽ ബീഡ്സ് നമ്മൾ കോർത്തെടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഓരോ ബീഡിൻ്റെ ഇടയിലൂടെ നമ്മൾ കെട്ടിട്ട് കൊടുത്ത് പോവുകയാണെങ്കിൽ അത് ആ ഒരു നീറ്റിൽ അവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇത് 3 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ 3 ബീഡ്സ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈനിൻ്റെ മുകളിലേക്കായിട്ട് കർവ് ആയിട്ടായിരിക്കും ലൈന് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ചധികം ബീഡ്സ് നമ്മൾ ഒന്നിച്ച് കോർത്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പോയിന്റിൽ നിന്നിട്ട് നീഡിൽ പുറത്തേക്ക് എടുക്കാൻ നമുക്ക് കൂടുതൽ ബീഡ്സിന് അതിലേക്കൊന്ന് കോർത്തെടുത്തിട്ട് നെക്സ്റ്റ് എൻഡിങ് പോയിന്റിൽ ഇതുപോലെ ഒന്ന് നീഡിലിനെ താത്തി കൊടുക്കുക. അതിനുശേഷം ഓരോ ബീഡിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി ഓരോ ബീഡിൻ്റെ ഇടയിലൂടെ കെട്ടിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു 2 ബീഡിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഓരോ ബീഡിൻ്റെ ഇടയിലൂടെയും കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റിൽ അവിടെ നിൽക്കും കേട്ടോ. നമുക്ക് 2 ബീഡും 3 ബീഡും മാത്രം ഇതുപോലെ കോർത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇതുപോലെ ഒരു 6-7 ബീഡ്സൊക്കെ നമുക്ക് ഒരുമിച്ച് കോർത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സർക്കിളിനെ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലും എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നീഡിലിന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ബീഡ്സ് വേണ്ടത് ആ ഒരു സൈഡിലെല്ലാം നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ബീഡ്സിനെ ഫസ്റ്റ് നീഡിൽ കോർത്തെടുത്ത ഈ ഒരു ബീഡിനെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഓരോ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല നീറ്റിൽ അവിടെ നിന്നോളും. ഇപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗോൾഡൻ ചെയിനാണ്. ഈ ഒരു ചെയിനിനെ നമ്മൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു സ്റ്റോണിനെ ഈ സർക്കിളിൽ ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ബോർഡറായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പല സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ത്രെഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ, നോർമൽ സ്വിങ് ത്രെഡാണ്. അത് നമ്മുടെ ക്ലോത്തിൻ്റെ സെയിം കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഗോൾഡൻ കളർ ത്രെഡ് യൂസ് ചെയ്യാം. വൈറ്റ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് വൈറ്റ് കളർ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ക്ലോത്തിൻ്റെ സെയിം കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സർക്കിളിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കണ്ടല്ലോ, ഇതും നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഷേപ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലവർ ഷേപ്പിലും അതുപോലെ സർക്കിളിലും ആണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഗ്യാപ്പിലായിട്ട് ബീഡ്സ്, ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് 4 ബീഡ്സ് വെച്ചിട്ട് 3 ബീഡ്സ് വെച്ചിട്ടെല്ലാം നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 4 ബീഡ്സിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇത് കോളർ നെക്കിൻ്റെ താഴെ ഭാഗത്ത് ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നമ്മളിത് കുറച്ചധികം താഴേക്ക് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ആദ്യമായിട്ട് കാണുന്നവരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.